ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പറയേണ്ട കിരണേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി വെറുതെ ആരും ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. ഇവര് തമ്മിൽ അടുപ്പമാണ്. ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ പറയാം. എത്രയൊക്കെയായാലും പോലീസുകാരല്ലേ, ആരെങ്കിലുമൊക്കെ ബാറിലും ക്ലബിലും ഒക്കെ വരാതിരിക്കോ? നിങ്ങൾക്ക് എല്ലായിടത്തും സ്പൈ വർക്കേഴ്സ് ഉള്ളതല്ലേ. സൂക്ഷ്മമായി നിരീക്ഷിച്ച വിവരം കിട്ടാതിരിക്കില്ല. അണ്ടർ കവർ പോലീസ് ടീം നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരെന്തായാലും റിപ്പോർട്ടിങ്ങിനായി ഓഫീസേഴ്സിന്റെ അടുത്ത് വരാതിരിക്കില്ലല്ലോ. ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അത് നല്ലൊരു മൂവാ. നിങ്ങൾ ഏത് വഴിക്ക് വേണേലും ശ്രമിച്ചോളൂ, നമുക്ക് റിസൾട്ട് ഉണ്ടായാൽ മതി. ഓക്കെ മാഡം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് വിവരങ്ങൾ കണ്ടെത്തി അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ, ശരി മാഡം. ശരി. ഓക്കെ. ഞങ്ങള് പറയുമ്പോ ആർക്കും ഇതൊന്നും വിശ്വാസം ആവില്ല. അതുകൊണ്ടാ തെളിവോടെ രണ്ടിനെയും കൈയോടെ പൊക്കിയത്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ രണ്ടുപേരെ നാവിറങ്ങിപ്പോയോ? എന്താ ഇതൊക്കെ? ഇതൊക്കെ എന്താന്ന് കണ്ടറിഞ്ഞൂടെ? ഇതിനിപ്പോ ഇത്ര ബഹളം വെക്കുന്ന എന്തിനാ? അബി, നീ ഇത് പറഞ്ഞ് വെറുതെ നിസ്സാരമാക്കാൻ നോക്കണ്ട. ദുർഗയുടെ ഫോട്ടോ എന്തിനാ ഇവ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഫോട്ടോ മാത്രോ? ഈ വളയും തളയൊക്കെ ഇവനെന്തിനാ വെച്ചിരിക്കുന്നേ? ഇവന്റെ മുറി വേറെ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ. ഇനി ഇതെങ്ങാനും നീ ഇടയ്ക്ക് ഇടുന്നുണ്ടോ? അങ്ങനെ ചിലരുണ്ടല്ലോ. ഇതൊന്നും അല്ലമ്മേ, ഇവര് തമ്മിൽ നമ്മൾ കരുതുന്നതിനേക്കാളും നല്ല അടുപ്പമുണ്ട്. അതെ, കിരൺ പലപ്പോഴും ആരും കാണാതെ ഇവിടെ കയറി ദുർഗയോട് സംസാരിക്കുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദുർഗയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇവിടെ ചിലര് വിശ്വസിക്കില്ലല്ലോ. നീ അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ ദുർഗയോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി. എന്ത്? അത് ശരിയാ. കിരണുമായി ദുർഗയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ വിവാഹം നടത്തി കൊടുത്തേനെ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അമ്മയാണല്ലേ ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നേ? നീ മുഴുവനും കേക്ക് വസുമതി. ഇനി എന്ത് കേക്കാനാ? അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ആരും സമ്മതിക്കുമെന്ന് കരുതണ്ട. അതെ, ഊരും പേരും അറിയാത്ത, സ്വന്തം തന്തയും തള്ളയും പോലും അറിയാത്ത ഇവന് ഈ വീട്ടിൽ നിന്ന് പെണ്ണു കൊടുക്കുന്ന ആരും കരുതണ്ട. നീ പറഞ്ഞതൊന്നും ഒരു കുറവായിട്ട് കിരണിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ദുർഗക്ക് കല്യാണാലോചിച്ച് എന്റെ പ്രായത്തിലുള്ള ഒരുത്തനെ നീ കൊണ്ടുവന്നില്ലേ, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ആ അത് ശരിയാ. ദുർഗേച്ചിയും കിരൺ ചേട്ടൻ തമ്മിൽ നല്ല മാച്ചാ. എനിക്ക് ഓക്കെയാ. നിർത്ത്. നിങ്ങൾ ഈ പറയുന്നതൊന്നും ഒരു സത്യമില്ലാത്ത കാര്യങ്ങളാ. ഞാനും കിരണും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല. അത് ഞാൻ ഇതിനു മുന്നേ എല്ലാവർക്കും മുന്നിൽ സത്യം ചെയ്ത് പറഞ്ഞതല്ലേ. ഓ, നിന്റെ ഒരു സത്യം ചെയ്യല്, അതിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? അഷിയുടെ കല്യാണം നിശ്ചയത്തിന്റെ അന്ന് നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് പൂർണ്ണിമ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന്. അതെങ്ങനെ അവർക്ക് തോന്നി? സ്കൂളിൽ വെച്ച് പൂർണ്ണിമ ഇവരുടെ പ്രണയരംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലേ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, ചേച്ചി എന്നെ അന്നാണ് ആദ്യമായി നേരിൽ കണ്ടത്. അതൊക്കെ നീ ഇപ്പൊ പറയുന്നതല്ലേ. ഞങ്ങൾ അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്ന് വല്ല തോന്നലും നിനക്കുണ്ടെങ്കിൽ അത് നീ കൈ വെച്ചാ മതി. അവൻ തല കുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? അത് തന്നെ വലിയ കള്ളത്തരോ. അതെ, ദുർഗ പറഞ്ഞത് ശരിയാണെങ്കിൽ
ഈ സാധനങ്ങളൊക്കെ കിരൺ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതിനൊരു ഉത്തരം വേണമല്ലോ, അത് പറ. അതെ, അതിന് മറുപടി പറ. നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയാ പോരെ? കിരൺ അതിന് മറുപടി പറയും. ഹും. പറ മോനെ, ഇതെല്ലാം നീ മുറിയിൽ വെച്ചിരുന്നത് എന്തിനാ? ഇവൻ പറയില്ല. ഇവന്റെ കയ്യിൽ അതിന് ഒരു മറുപടിയില്ല. നീ പറയണ്ട കിരണേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി വെറുതെ ആരും ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. ഇവര് തമ്മിൽ അടുപ്പമാണ്. ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ പറയാം. ദുർഗ പറഞ്ഞത് സത്യമാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതൊക്കെയോ? ഇതെല്ലാം ദുർഗ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. ആണോ ദുർഗെ? ഏ? ആ, അതെ, ഞാൻ കൊടുത്തതാ. എന്തിന്? ഇതെല്ലാം നിനക്ക് നിന്റെ മുറി വെച്ചാ പോരെ? അവിടെ എന്താ സ്ഥലമില്ലേ? ഉണ്ട്, പക്ഷേ ഇതൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ തോന്നി. അതെന്തിനാന്നാ ചോദിച്ചത്? അത് സ്കൂളിലൊരു ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചതാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. വെറുതെ സമയം കളയാനായിട്ട്. എനിക്കിതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല. എന്നാലേ ഇപ്പൊ തന്നെ നീ ഇവരുടെ കല്യാണം നടത്തി കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾ നിർബന്ധിച്ചാ നടന്നാലോ? നിങ്ങൾ രണ്ടുപേരും കിരൺ മുറിയിലില്ലാത്ത സമയം നോക്കി മുറി തുറന്ന് അകത്ത് കയറി അവന്റെ വസ്തുക്കൾ മോഷ്ടിച്ചു. കിരൺ കേസ് കൊടുത്ത രണ്ടുപേരും മോഷണ കുറ്റത്തിന് ജയിലിൽ പോകും. ഓർത്തോ? നിന്ന് തിരിഞ്ഞു കളിക്കാതെ പൊക്കല്ല. എന്താ നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ? പൊക്കോ മോനെ. ഇതെല്ലാം എടുത്തോണ്ട് വെച്ചോ, അതോ ദുർഗ എടുത്തു വെക്കണോ? ഞാൻ വെച്ചോളാം. വന്നെടുത്ത് വെക്ക്.